തിരുവനന്തപുരത്തെ നെൽപ്പാടങ്ങളിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് പുതിയ തരം നാടൻ പാട്ടുകളാണ്. മണ്ണിലിറങ്ങാൻ മടിക്കുന്ന മലയാളിക്ക് പകരക്കാരായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന്റെ കാർഷിക ഭൂപടം മാറ്റിവരയ്ക്കുകയാണ്. ഉദയന്നൂർ ക്ഷേത്രത്തിന്റെ പാടശേഖരങ്ങളിൽ പൊന്നുവിളയിക്കുന്ന അതിഥി കർഷകരുടെ വിശേഷങ്ങളുമായി അനുര അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. मेरी धड़कनों से मेरा हाल पूछो मेरी बाहों में जली. വിത്തുപാകാൻ ബീഹാറി, ഞാറുനടാൻ ബംഗാളി, വളമിടാൻ ആസാമി, ഒടുവിൽ വിളവെടുത്തു തിന്നാൻ മലയാളിയും. തലസ്ഥാനത്തെ പാടശേഖരങ്ങളിൽ ഇപ്പോൾ മാറ്റൊലി കൊള്ളുന്നത് പഴയ കൊയ്ത്തുപാട്ടുകളല്ല, മറിച്ച് ബംഗാളിയും ഭോജ്പുരിയും ഹിന്ദിയും ഇഴചേർന്ന മനോഹരമായൊരു കർഷക സംഗീതമാണ്. ഭാഷയറിയില്ലെങ്കിലും മണ്ണിൻ്റെ മണം തിരിച്ചറിയുന്ന ഈ മനുഷ്യർ കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിക്ക് പുതിയ താളം നൽകുകയാണ്. മൗസം ലേനെ ലഗാ പൽ പൽ അംഗടായിയാ കെ മദ്ഹോസി കർനെ ലഗി മേരി ജാൻ തൻഹായിയാ. ചെളിയിലിറങ്ങാൻ പണിയെടുക്കാൻ മടിച്ച മലയാളിക്ക് പകരക്കാരായാണ് കൊൽക്കത്ത സ്വദേശിയായ ബിപ്ലവ് റോയും കൂട്ടരും തലസ്ഥാനത്ത് 3 വർഷം മുമ്പ് വണ്ടിയിറങ്ങിയത്. പശ്ചിമ ബംഗാളിലെയും അസമിലെയും തിളയ്ക്കുന്ന ചൂടിലും തീവ്രമഴയിലും പാടത്തും പറമ്പിലും കൈക്കോട്ടുമായി പണിയെടുത്ത് ശീലിച്ച ഇവർക്ക് കേരളത്തിലെ കാലാവസ്ഥ പുത്തരിയല്ല. തിരുവനന്തപുരം മരുതൻകുഴി ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ വകയായുള്ള 1 ഏക്കർ പാടശേഖരം ഉഴുതുമറിച്ചും വിത്തുവിതച്ചും ഞാറുനട്ടും വിളവെടുത്തും കഴിഞ്ഞ 2 വർഷമായി ഇവർ അനന്തപുരിയുടെ മണ്ണിലുണ്ട്. ശരിക്കും കൃഷി അറിയാവുന്ന ആൾക്കാരില്ല, അതുപോലെ ചെയ്യാനുള്ള ആൾക്കാരും ഇല്ല. അത് കാരണമാണ് നമ്മളിപ്പോൾ ബംഗാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ ട്രാക്ടർ ഇറക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞതിൻ്റെ പ്രാവശ്യം ട്രാക്ടർ ഇറക്കിയപ്പോൾ അത് കംപ്ലീറ്റ് അതിനകത്ത് ചെളിയിൽ താഴ്ന്നു പോയി. അപ്പോൾ അത് കാരണം കംപ്ലീറ്റ് ഇപ്പോൾ മാനുവലായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഈ 5 പേരും അവരെ കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യിപ്പിച്ച് അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം ചെയ്ത് നെല്ല് വിതയ്ക്കാനും അതുപോലെ ഞാറ് നടാനും അത് ഈ 5 പേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പുറത്തുനിന്ന് വേറെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഈ കൃഷിയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. സ്വന്തം നാട്ടിൽ ജന്മിയുടെ മണ്ണിൽ പകലന്തിയോളം പണിയെടുത്താലും വിപ്ലവിനും കൂട്ടുകാർക്കും കിട്ടിയത് തുച്ഛമായ കൂലി മാത്രമായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ മണ്ണ് ഇവരെ നിരാശരാക്കിയില്ല. നാട്ടിൽ കിട്ടിയതിൻ്റെ ഇരട്ടി വരുമാനം ഇവിടെ ലഭിച്ചു തുടങ്ങിയതോടെ റോയിയും കൂട്ടുകാരും ഹാപ്പി. നാട്ടിലുള്ള ഇവരുടെ കുടുംബങ്ങളും ഹാപ്പി. അവിടെ പൈസ ഇല്ല. ഇന്നത്തെ നമ്മൾ കേരളത്തിൽ വന്നാൽ കേരളത്തെ പൈസ കുറച്ച് ജാസ്തി. ഇതിൽ 3 സാൽ ആയി നമ്മൾ കേരളത്തെ ഇവിടെ അമ്പലത്തിന് ജോലി. പിന്നെ പൈസ ജാസ്തി ഉൾക്ക് അവിടെ നമ്മൾ ജോലി മലയാളം ফুল আর্নুরা കുറച്ച് അറിയാം. যে কথার শুরুর পথে প্রথম তোমায় দেখে মন চাই তোমায় বলি একবার কাছে ডেকে তবু আজও হয়নি বলা. ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിനുള്ള അരിമണികൾ വിളയിച്ചെടുക്കുന്ന ഈ കൈകൾക്ക് ഇപ്പോൾ ഭക്തിയുടെ അതിലേറെ ആത്മാർത്ഥതയുടെയും കരുത്തുണ്ട്. നെൽകൃഷി കഴിഞ്ഞാൽ ഈ പാടം വെറുതെ ഇടില്ല. ഇടവിള കൃഷിയിലേക്ക് ഇവർ ചുവട് മാറ്റും. കിളികളെ തുരത്താൻ വലകെട്ടിയും പടക്കം പൊട്ടിച്ചും അവർ കാവലിരിക്കുന്നത് കേവലം ഒരു വിളയ്ക്കല്ല, മറിച്ച് തങ്ങളെ പോറ്റുന്ന മണ്ണിനാണ്. മണ്ണിനെ സ്നേഹിക്കാൻ മറന്ന മലയാളികൾക്ക് മുന്നിൽ ബിപ്ലവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വലിയൊരു പാഠമാണ്. വിയർക്കാൻ മടിയില്ലാത്ത മനസ്സും ഇത്തരം മനുഷ്യരുമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പാടശേഖരങ്ങൾ തരിശാകില്ലെന്ന ഉറച്ച ബോധ്യമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. ക്യാമറമാൻ അനീഷ് മലയങ്കിഴിനൊപ്പം അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.